നമസ്കാരം. നാട്ടുവരമ്പിന്റെ പുതിയൊരധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രവാസ ജീവിതം ഉപേക്ഷിച്ച് നാട്ടിലെത്തി പശു വളർത്തൽ ഉപജീവന മാർഗമായി സ്വീകരിച്ച ഒരു കർഷകന്റെ കഥയാണ് ഇന്നത്തെ നാട്ടുവരമ്പിൽ. പുതുതലമുറയ്ക്ക് കൂടി പ്രചോദനം നൽകുന്നതാണ് അണ്ടൂർ കോണത്തെ നന്മ നിറഞ്ഞ ഈ കാർഷിക കാഴ്ചകൾ. എൻ്റെ വണ്ടി അവിടെ വരപ്പോഴും അവർ വിളിക്കും ഞാൻ എത്തിയെന്നുള്ളത്. ഇത് വിക്രമ, ഇത് ഇവിടെ കിടാരി. ഇവിടുത്തെ 4 പേരായാലും 5 പേരായാലും കിടാരി തന്നെ എഴുതും. ഇവിടെ വളർന്നതായുണ്ട് 4 പേർ 5 പേരായ 15 എണ്ണത്തോളം ഇവിടെ കുട്ടി വളർന്നതുണ്ട്. ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഒരു പശു തുടങ്ങി. പിന്നെ 5 പശുവായി. 27 പശു വരെ വീട്ടിലായിരുന്നു. അതിനുശേഷമാണ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് തുടങ്ങി. ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു കമ്പിക്കട, പ്ലംബിംഗ് കട തുടങ്ങണമെന്ന ഉദ്ദേശത്തിലാണ് വന്നത്. അപ്പോൾ അത് വാക്കല്ല വന്നപ്പോഴാണ് പശു വാങ്ങിച്ച് കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു പാർട്ടി പറഞ്ഞ് പശു വാങ്ങി 1-2 എണ്ണം കൊടുത്ത് പിന്നെ കച്ചവടമില്ലാതെ വന്നപ്പോഴത്തേക്ക് കെട്ടിക്കറ തുടങ്ങിയാൽ ഇതാണ് ലാഭമെന്ന് തോന്നി. അന്നുപോലെ കെട്ടിക്കറ വേണം. ഒരു പശുവാണ് ആദ്യം വാങ്ങിച്ചത്. നെല്ലിമൂടിയിൽ നിന്ന് വാങ്ങിച്ച് അത് വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അതാരും വാങ്ങാൻ പോയി 3 എണ്ണം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതും ആരും വാങ്ങാൻ വന്നപ്പോഴത്തേക്ക് കെട്ടി കറക്കാൻ തുടങ്ങി. ലാഭമാണെന്ന് അന്ന് തോന്നി തുടങ്ങി. അന്നൊരിയാൾക്ക് ബില്ലറ്റ് വേണമെങ്കിൽ 740 രൂപ കൊടുത്താൽ മതി. ഇന്നൊരിയാൾക്ക് ബില്ലറ്റ് വേണമെങ്കിൽ 1500 രൂപ കൊടുക്കണം. ഇത് HF ജേഴ്സിയാണ്, ക്രോസ്. ഇവിടെ കുട്ടി വളർത്തിയതാണ്. ഇതും HF ക്രോസാണ്. ഇവിടെ പ്യുവർ HF 2 പശുവേ ഉള്ളൂ. പിന്നെ ജേഴ്സി 8 എണ്ണം ജേഴ്സി ഉണ്ട്. ബാക്കിയെല്ലാം ക്രോസുകളാണ്, ക്രോസ് ബീഡാണ്. തീറ്റക്രമമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം 30 ലിറ്റർ പാലുള്ള പശു കൂടെ ഉണ്ട്. 10 ലിറ്റർ പാലുള്ള പശു. 10 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ ഗർഭിണിയാണ്. അവർക്ക് കൊടുക്കണമെന്ന് എല്ലാവർക്കും ഒരേപോലെ 2 കിലോ പില്ലറ്റ് സുപ്രീം, 3 കിലോ ബിയർ വേസ്റ്റ്. ഇത് ഫസ്റ്റ് കൊടുക്കും. പിന്നെ കറന്നുകൊണ്ടിരിക്കുമ്പം കറവ ചൊരുത്തറയ്ക്കാതിരിക്കാൻ വേണ്ടി 5 കിലോ ബിയർ വേസ്റ്റ്, 3 കിലോ സൈലേജ്. ഇത് ഒരു നേരത്തെ തീറ്റയാണ്. ഇതുപോലെ 2 നേരം കൊടുക്കാം. പിന്നെ കാലത്ത് വയ്ക്കുപോലും ഉച്ചയ്ക്ക് പില്ലും. ഉച്ചയ്ക്ക് നമുക്ക് പില്ല് ആവശ്യമുള്ളതുകൊണ്ട് എന്നാലും ഒരു നേരം പില്ലും ഒരു നേരം വയ്ക്കുമല്ലോ. അതാണ് ക്രമരീതി കൊടുക്കുക. എന്നും ഒരുപോലെ കൊടുക്കൂ. സ്പെഷ്യൽ തീറ്റ ഒന്നും കൊടുക്കില്ല. നമ്മൾ സ്ഥിരം കൊടുക്കണ അല്ലാത്ത ഒന്നും കൊടുക്കില്ല. കപ്പ, മരിച്ചിനിക്കൊണ്ട, വാഴയില ഇതൊന്നും കൊടുക്കില്ല. കപ്പ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം പാൽ ഒരുപോലെ നിൽക്കില്ല. നമുക്കിവിടെ ഒരു ദിവസം 5 ലിറ്റർ പാല് കുറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. ഒരെണ്ണം കാൽസ്യം കുറഞ്ഞ് തീറ്റ അരച്ച്, അല്ലെങ്കിൽ ഒന്ന് മതി കാണിച്ചിട്ട് തീറ്റ പാല് ചൊരുത്തിയില്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യം. അല്ലാതെ നമ്മളെ തീറ്റയിൽ പാല് കുറയില്ല. ഇത് ബിയർ വേസ്റ്റ് ഇന്ന് വന്നതാണ്. ഇത് പില്ലറ്റ്. ഇത് കപ്പപ്പൊടി. ഇത് സെയിലിനുള്ളതാണ്, പോത്ത് കൊടുക്കാൻ. സൈലേജ്, ബ്രഷ്, ചോള, പില്ലുമാണ്. ഇത് പശുവിന് കൊടുത്തു കഴിഞ്ഞാൽ പശുക്കൾക്ക് എനർജി ആയിരിക്കും, പാലിന് ക്വാളിറ്റി ഉണ്ടാകും. നമുക്ക് 5 ദിവസത്തിലൊരിക്കലും ആട് വരും. 350 ചാക്ക് വന്നു കഴിഞ്ഞാൽ 100 ചാക്ക് എടുക്കും. ബാക്കി 250 ചാക്ക് സെയിലായിട്ട് തന്നെ പോവുകയാണ്. ഫാമുകാർക്ക് കൊണ്ട് കൊടുക്കും, വന്നെടുക്കും. ഇതെല്ലാം കൂടെ റോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ തീറ്റ ചിലവിൽ ഇത്തിരി ലാഭം വരും. ഇതാണ് നമ്മളെ പിൽത്തോട്ടം. ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ട് 2 ഏക്കറോളം. ഇത് റെഡ് നേപ്പിയർ, ഇത് സൂപ്പർ നേപ്പിയർ. ഇത് 1 മാസത്തിലൊരിക്കൽ ഇറക്കാം. ഇപ്പോൾ ഇന്ന് അറുത്ത് തുടങ്ങിയേ ഉള്ളൂ. 30 ദിവസത്തിലൊരിക്കൽ ഇറക്കാം. പശുക്കൾക്ക് നല്ല നേട്ടം നമ്മൾ സ്ലറി കൊടുക്കുന്നതുകൊണ്ട് നേട്ടമുണ്ട്. ഇല്ലാതെ ഉരം കൊടുത്താൽ നേട്ടമില്ല. ചാണകവെള്ളത്തിന് യൂറിയ കണ്ടൻറ്റ് കൂടുതലാണ്. ഒരു നേരം പില്ല്, ഒരു നേരം വയ്ക്കുമല്, 2 നേരമാണ്. എല്ലാം 2 നേരം തന്നെ. തീറ്റയും 2 നേരം. പില്ല് ലാഭമൊന്നും പറയേണ്ട കാര്യമില്ല. എത്ര ഉണ്ടെങ്കിലും ഒരു കണക്കിനെ കൊടുക്കൂ. നമ്മൾ സ്ഥിരം കൈകാര്യം ചെയ്യണമല്ലേ. ഇവിടെ ഇപ്പോൾ കറവ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു നേപ്പാളി കൈക്ക് കറക്കും, ഒരു നേപ്പാളി മെഷീൻ വയ്ക്കും. ഞാനാണ് മെഷീൻ എടുക്കുന്നത്. 40 ദിവസം മെഷീനിലാണ് കറക്കണം. 1.5 മണിക്കൂർ. 1.5 മണിക്കൂറാണ് കറവ ഒരു നേരം. മൊത്തം 52 എണ്ണം കറവയിലുണ്ട്. ചില്ലറ സെയിൽ കഴിഞ്ഞിട്ടാണ് സൊസൈറ്റിക്ക് പോകുന്നത്. എന്തായാലും വേറെ അപകടങ്ങളൊന്നും വന്നില്ലെങ്കിൽ ലാഭമാണ്. പിന്നെ ഒന്നിനും നമ്മൾ കലക്കി വെച്ച് കൊടുക്കില്ല തീറ്റ. ട്രൈ ആണ് കൊടുക്കുന്നത്. ബിയർ വേസ്റ്റ്, പില്ലറ്റ്, സൈലേജ് എല്ലാം ട്രൈ ആണ്. വെള്ളം ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും മുമ്പേ വെള്ളമുണ്ട്. മനുഷ്യൻ കഞ്ഞി കുടിക്കുന്നതും ചോറ് തിന്നുന്നതായിട്ട് എന്ത് വ്യത്യാസമുണ്ട് അതുപോലെയുള്ള വ്യത്യാസം. ട്രൈ കൊടുക്കുന്നതും കലക്കി കൊടുക്കണം. കാര്യങ്ങളെല്ലാം നോക്കണം മരുവനാണ്. ഞാൻ ഫാമിനകത്ത് കറവ, തീറ്റി കാര്യങ്ങൾ, ബാക്കി വെളിയിലെ കാര്യം മൊത്തം നോക്കണം മൂത്ത മകളുടെ ഭർത്താവ് അജ്മൽ ഷായാണ്. പാല് കൊടുക്കാനും പാല് കൊണ്ടുപോകാനും, പാല് എത്ര ഉണ്ട്, ആർക്കൊക്കെ തീറ്റ കൊണ്ടുപോയി, എത്ര തീറ്റ സ്റ്റോക്ക് എടുത്ത്, എത്ര ബാക്കിയുണ്ട്, ഇതെല്ലാം അജ്മൽ ഷായുടെ കയ്യിലാണ്. ഇപ്പോൾ ഞാനിവിടുത്തെ കറവ സമയത്തുള്ള ഇതേ ഉള്ളൂ. കറവയും തീറ്റയും നോക്കല്ല കൂടെ ചെയ്യല്. ഞാൻ മുന്നേ IT പ്രൊഫഷണലായിരുന്നു. അതിൽ നിന്ന് വിട്ടാണ് ഈ കൃഷിയിലേക്ക് വന്നത്. ഇതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ. പിന്നെ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മേഖലയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇതാണെന്ന് പറയുമ്പോൾ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി മുന്നോട്ട് പോകാം. അതായത് പ്രഷർ, ജോലി പ്രഷർ, വർക്കിംഗ് പ്രഷർ എന്ന് പറയുമ്പോൾ ടാർഗറ്റ് എത്തിക്കുക, കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ. ഇതാകുമ്പോൾ കുറച്ച് നമുക്ക് ശുദ്ധവായു ശ്വസിച്ച്, അതായത് നമുക്കൊരു മെൻ്റൽ പ്രഷർ ഇല്ലാതെ, അതായത് നമുക്കൊരു സ്ട്രെസ്സ് റിലീഫായിട്ടുള്ള ഒരു ജോലിയാണിത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ നമ്മളിത് ചെയ്ത് തീർക്കണം, നമ്മുടെ ബോസിന് മുന്നിൽ നമ്മളിത് പ്രസൻറ്റ് ചെയ്യണം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ. നമുക്ക് വളരെ ഫ്രീ ആയിട്ടും അങ്ങനെ വളരെ കാമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യാം. ഇത് തന്നെയാണ്. ഒരു ദിവസം രാവിലെ 1 മണിക്കാണ് ഇവിടുത്തെ ജോലി തുടങ്ങുന്നത്. അതായത് വന്നുടനെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പശുവിന് ഫുഡ് കൊടുത്ത് അത് കഴിഞ്ഞ് ഒരിക്കൽ കൂടെ ഒന്ന് വെള്ളം അടിച്ച് കഴുകി വീണ്ടും കറവ തുടങ്ങും. കറവ തുടങ്ങിയതിന് ശേഷം പാല് മൊത്തം സപ്ലൈസ് വന്ന് കൊണ്ടുപോവുകയും പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ വീട്ടിലെ ബൂത്തിൽ വെച്ച് സെയിൽ ചെയ്യാറാണ് പതിവ്. പിന്നെ ബാക്കി വരുന്നതാണ് സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. വളരെ കണിശമായ കടുകിട തെറ്റാതെയുള്ള സമയനിഷ്ഠയോട് കൂടിയ ദിനചര്യയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ ഒരു ദിനചര്യ പശുക്കൾക്ക് പരിചയമാവുന്നതോടെ അവർക്ക് ഈ ഒരു ചിട്ടയിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ചിട്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ അവരുടെ ശരീരം അവരെ പ്രാപ്തരാക്കുന്നു. അതിനനുസരിച്ചുള്ള ഉൽപ്പാദനവും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ശാരീരിക ക്ഷമത അവർക്കുണ്ടാകുന്നു. പശുക്കളുടെ പരിപാലനത്തിലും തൊഴുത്തിൻ്റെ നിർമ്മാണത്തിലുമൊക്കെ പരമ്പരാഗത ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുന്നതിലൂടെ നേട്ടം ഇരട്ടിയാക്കാൻ കഴിയുന്നു. ശുചിയായ പാലുൽപാദനത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് ആമിന ഫാമിൻ്റെ പ്രവർത്തനം. ഞങ്ങളിൽ ഒരാളായിട്ട് തന്നെയാണ് ഇതിനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മളെപ്പോഴും കൂടെ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും അകിടിനീരോ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ നമ്മളെപ്പോഴും ഫുൾ ടൈം നിരീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്വന്തം ഐഡിയ നമ്മൾ വീട്ടിൽ പണി ചെയ്തതിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മൾ എത്ര ക്വാളിറ്റിയിൽ കാൺക്രീറ്റ് ചെയ്താലും സിമൻറ്റ് ഇട്ടാലും നിൽക്കില്ല. അങ്ങനെ തറവാട് പാവിയാണ് ഇവിടെ ചെയ്തത്. തറവാട് പാവിയപ്പോഴത്തേക്കും പശുക്കൾക്ക് കാല് നൊമ്പലായി മാറ്റും കൂടെ ഉപയോഗിച്ചു. അങ്ങനെയാണ് ഇപ്പം വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. പിന്നെ 16 മീറ്ററാണ് തൊഴുത്തിൻ്റെ നീളവും വീതി.
നടുക്ക് തൂണയില്ല. ഇവിടുത്തെ സിസ്റ്റം അതാണ്. എന്നാൽ നമുക്ക് 4 ലൈൻ പശുവിന് ഓസ് പിടിച്ചുകൊണ്ട് പോകാനും ജോലിക്ക് എളുപ്പത്തിനും വേണ്ടി തൂണ് ഇല്ല. പിന്നെ സ്പ്രിങ്ക്ലർ പിറ്റ് ചെയ്തിട്ടുണ്ട്, 14 ഫാനുണ്ട്. പിന്നെ കറവ മെഷീനാണ്, പ്രഷർ പമ്പ് ഉപയോഗിച്ചാണ് കഴുകണത്. സൈഡ് 6 മീറ്റർ പൊക്കത്തിനാണ് ചെയ്തേക്കുന്നത്, ഫുൾ പൈപ്പ്. 4 ഭാഗത്തുനിന്നും കാറ്റ് കയറും. ചൂട് സമയത്ത് മാത്രം ഒരു അരമണിക്കൂർ സ്പ്രിങ്ക്ലർ ഉപയോഗിക്കും. അല്ലാതെ ഇവിടെ കാലാവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല. ചൂടായാലും തണുപ്പായാലും നമുക്ക് ബാധകമല്ല. ഇത് പിൽത്തൊട്ടി ചെയ്തതും വെള്ളത്തിൻ്റെ ഇത് ചെയ്തത് എല്ലാം എൻ്റെ സ്വന്തം ഐഡിയയാണ്. വാസ്തുവിൻ്റെ ആൾ വന്ന് കന്നിമൂല ഇത് എല്ലാം നോക്കിയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഫാമിലെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഡബിൾ ഹൈറ്റുള്ള ഈ ഒരു റൂഫും അതല്ലെങ്കിൽ തറയാണെങ്കിൽ തറയോട് പാകി അത് ഒരേ സമയം പശുക്കളുടെ കുളമ്പിൻ്റെ തേയ്മാനത്തിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിലൂടെ നടക്കുന്ന ആർക്കും തെന്നി വീഴാനുള്ള സാധ്യതയും ഇല്ലാതാവുന്നു. വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ ആ തറയോട് പാകിയ ടൈൽസിലൂടെ കഴിയുന്നുണ്ട്. മാത്രമല്ല ഫാമിന് എപ്പോഴും ഒരു ശുചിയായ ഒരു വെളിച്ചവും ഒക്കെ നൽകാൻ, അല്ലെങ്കിൽ ആകെ ഒരു പ്രകാശമാനമായിട്ടുള്ളൊരു അന്തരീക്ഷം ആ ഫാമിനകത്തുണ്ടാക്കാൻ, ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് അതിനകത്തുണ്ടാക്കാൻ ഈ ഒരു തറയോടിന് വളരെയേറെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ തറ പൊട്ടിപ്പൊളിയുക, വെള്ളം കെട്ടി നിൽക്കുക, അതിലൂടെ അണുക്കളുടെ വ്യാപനം ഉണ്ടാകുക, ഇങ്ങനെയുള്ള അതിലൂടെ അകിട് വീക്കം പോലുള്ള രോഗങ്ങളുണ്ടാകും. ഇതിനൊക്കെയുള്ള സാധ്യത തീരെ ഇവിടെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥ നമ്മൾ അതിനാണ് ഈ സ്പ്രിങ്ക്ലർ സിസ്റ്റം ചെയ്തേക്കുന്നത്. നമുക്ക് ചൂട് അധികം ആപ്പോൾ ഇവർ അയക്കാൻ തുടങ്ങും, പത അടിക്കാൻ തുടങ്ങുമ്പോൾ സ്പ്രിങ്ക്ലർ ഓൺ ചെയ്യും. കുട്ടികളെ പ്രത്യേകം എണ്ണത് കാളക്കുട്ടി നമ്മളെപ്പോഴേ ഒഴിവാക്കും. ചില മെട പിടിച്ച പശുവിൻ്റെ കാളക്കുട്ടി ഇട്ടേക്കും. ബാക്കി പെൺകുട്ടികളെ വളരണമെന്ന് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനെയും വളർത്തി നമുക്ക് എടുക്കാൻ ആക്കില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ഗർഭിണി പശു എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഏതാണ്ട് പാതി കൂടുതൽ ഗർഭിണികളാണ്. 2 മാസം 3 മാസം ഗർഭിണികളായി 4 മാസം. നമ്മൾ കറവ വിട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനെയും അവിടെ ഇറക്കും. ആ സെക്ഷനിലാണ്. അവിടെ ഒരു ജാഫ്രാബാദിലെ എരുമയുണ്ട്, ഒരു ചുരുട്ട എരുമയുണ്ട്, മൂരിയുണ്ട്. ബാക്കിയെല്ലാം ഗർഭിണി പശുക്കളാണ്. ഫുൾ കറവയിലുള്ള പശുക്കൾ ഇതിനകമാണ്. പ്രസവത്തിന് അവിടെ നിന്ന് പ്രസവിച്ച് മാവ് വീഴുന്നതിന് ശേഷം കറവയിലായാലും ഇഞ്ഞു കൊണ്ടുവരും. 50 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പശു എപ്പോൾ ഈറ്റ് കാണിച്ചാലും കുത്തിവെക്കും. അതുകൊണ്ട് പശുക്കൾ 7 മാസം ആകുമ്പോൾ നമ്മൾ കറവ വിട്ടാലേ പാല് കുറയുള്ളൂ. അല്ലെങ്കിൽ 10-ന് താഴോട്ട് പോകില്ല. 10-ന് താഴോട്ട് പോകണമെങ്കിൽ നമ്മൾ പില്ലറ്റ് നിർത്തണം. പില്ലറ്റ് നിർത്തി പിന്നെ സൈലേജ് നിർത്തി പിന്നെ ഇതുപോലെ ബിയർ വേസ്റ്റിൽ നിർത്തിയാണ് ക്രമരീതി കൂടെ കൊണ്ടുപോകണത്. അപ്പോൾ നമ്മൾ കറവ ഇല്ലാന്നുണ്ടെങ്കിൽ വേറും ബിയർ വേസ്റ്റ് പില്ല് വയ്ക്കുമല്ലോ. പശുക്കൾ നന്നായിരിക്കും, അടുത്ത പ്രസവത്തിലും നല്ലതുപോലെ ഇരിക്കും. ഡോക്ടേഴ്സ് എല്ലാം വരാറുണ്ട്. പിന്നെ നമ്മൾ എന്താവശ്യം, ഇപ്പോൾ ഏത് പാതിരാത്രി ആണെങ്കിലും ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് ഈ അസുഖത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെത്താൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവർ അപ്പോൾ തന്നെ എത്തും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഫോൺ വഴി നിർദ്ദേശം തരാറാണ് പതിവ്. ഇത്രയും പശുവിന് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ വർഷം 2 ലക്ഷം രൂപയാണ്. അത് നമ്മൾ ഇൻഷുറൻസ് എടുക്കാത്തതെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലപ്പോഴത്തേ അവർ പറയും നിങ്ങൾക്ക് എന്നും പശുവിനെ കൊല്ലക്കം തന്നെ ജോലി, ഇത് സ്ഥിരം പണിയാക്കി. അങ്ങനെ 1-2 പ്രാവശ്യം ചോദിച്ചു മനപ്രയാസം കൊണ്ട് ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കണം വർഷത്തിൽ 3 എണ്ണം ചത്തുപോയാലും 1,80,000 മറ്റേ 2 ലക്ഷം കൊടുക്കണ്ടേ. പിന്നെ ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് എന്താ പറയേണ്ടത്, അതായത് നമ്മൾ കൂടെ നിന്ന് ഒരു ലേബർ അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ പോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മെച്ചമുള്ള മേഖല തന്നെയാണിത്. ഏകദേശം നമ്മുടെ തിരുവനന്തപുരം സർക്കിളിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ദൂരം വരെ ആൾ വന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള പാല് അവർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ പാലിൽ നമ്മൾ കൊടുക്കുന്ന സാധനത്തിൽ അവർ തൃപ്തരാണ്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷവും. നമ്മൾ റോ മിൽക്ക് കൊടുക്കുന്നത് കൊണ്ടും പിന്നെ ആ ജനങ്ങളിൽ നമുക്കൊരു വിശ്വാസം അവർക്ക് നമ്മളിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനായിട്ട് പ്രത്യേകം മാർക്കറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശുചിയായ പാലുൽപാദനം, അല്ലെങ്കിൽ പാൽ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പെരിഷബിൾ ആയിട്ടുള്ളൊരു വളരെ വേഗത്തിൽ നശിക്കുന്ന ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൽപ്പാദനം മുതൽ അതിൻ്റെ പാക്കിംഗ്, അത് എൻഡ് കസ്റ്റമറിലേക്ക് എത്തുന്നത് വരെയുള്ള സമയം ഏറ്റവും അണുക്കളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു പാലുൽപാദന രീതി അവലംബിച്ചാൽ മാത്രമേ ഈ ഒരു സേഫ് ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിവിടെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു ഫാമിൻ്റെ രഹസ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു മേഖല നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 24/7 ഇതിന് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ മേഖല നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, പിന്നീട് അതുമായിട്ട് ഡൈജസ്റ്റ് ആയിട്ട് പോകുമായിരുന്നു മുന്നോട്ട്. ഇപ്പോൾ ഇതില്ലാതെ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ തന്നെയാണ്. അതായത് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെയും ഇവിടെ എന്താകും, ഇവിടുത്തെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഫുൾ ടൈം നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ ഇവിടെ തന്നെയാണ് ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ രാവിലെ മുതൽ, അതായത് രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ മുതൽ ഇതിൻ്റെ പുറകെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു ദിവസം ഇവരോടെ ഇപ്പം ഒന്നും കണ്ടില്ലെങ്കിലോ ഒന്നും ഫാമിലി കയറിയില്ലെങ്കിലോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത തന്നെയാണ്. പശു വളർത്തൽ മേഖലയിൽ വരികയാണെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ ജോലിയും നമ്മൾ നോക്കി കണ്ടൊക്കെ പഠിച്ചിരിക്കണം. നിർദ്ദേശങ്ങൾ മറ്റുള്ളവർ, അതായത് വിദഗ്ധർ തരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യണം. പഠിച്ചല്ല, അത് ഉൾക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അത്യാവശ്യം ഇങ്ങനെ കറക്കാനും കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ബാക്കി ജോലിക്കാരെ നമ്മുടെ ഇതിൽ എത്രത്തോളം ആശ്രയിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. കാരണം നമ്മൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കാർ അവർ ജോലി കഴിക്കുക, അവർ പോവുക. നമ്മുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ കണ്ട് അതിന് വേണ്ട കെയറിങ് എല്ലാം കൊടുത്ത്, അതായത് അത് സമയത്ത് കറക്റ്റ് ആഹാരം അത് കിട്ടുന്നുണ്ടോ, പിന്നെ വേറെ ഒന്നുള്ളത് കറക്റ്റ് ടൈമിങ്, അതൊരു ഷെഡ്യൂളിൽ ഒരല്പം വ്യത്യാസം വന്നാൽ പോലും അത് പാലുൽപാദനത്തെ ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ ഏത് രീതിയിലും ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ആശയം പ്രാവർത്തികമാക്കുകയും അത് അങ്ങേയറ്റം കണിശതയോടെ അത് നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഫാമിൻ്റെ ഒരു അടിസ്ഥാന രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ എനിക്ക് ഇദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് പല പ്രവർത്തനങ്ങളും മാതൃകാപരമാണെന്ന് പറയാതെയും സാധിക്കുന്നു. പശുക്കൾ നമുക്ക് പകർന്നു നൽകുന്ന പോസിറ്റീവ് എനർജി അത് അനുഭവിച്ച് തന്നെ അറിയണം. പാലുൽപാദനത്തിന് പുറമെ ചാണകം വളമാക്കി വിറ്റുകൊണ്ടും നേട്ടമുണ്ടാക്കാമെന്ന് തെളിയിക്കുകയാണ് മുഹമ്മദ് സലീം എന്ന ക്ഷീരകർഷകൻ. പിന്നെ പശുവായിട്ട് ഇടപെടുന്നവർക്ക് അസുഖവുമില്ല. ചാണകം കൊണ്ടിരുന്ന ഒരാൾക്കും ക്യാൻസറാ TB വന്നിട്ടില്ല. എത്ര തണുപ്പായാലും ഇവരുടെ അടുത്തേക്കുമ്പോൾ ആവി പറന്നുകൊണ്ടിരിക്കും, ചൂടാണ്. അത് കാറ്റിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചാണകം നമ്മൾ ഇവിടുന്ന് ചാണകം ഉണക്കി തെവയണില്ല. അതിപ്പോൾ ഒരു പാർട്ടി 30 ആക്കിന് വിളിച്ച് കൊടുക്കാനില്ല, മറ്റന്നാൾ കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ പോളി ഹൗസിന് മഴമറ ചെയ്തിട്ടുണ്ട്. അത് മഴയായാലും വെയിലായാലും നല്ലതുപോലെ ഉണങ്ങി വരും. അതിനായിട്ടൊരാളും ഉണ്ട്. ഒരു ചാക്ക് 100 രൂപ. ഒറിജിനൽ ചാണകമായിട്ട് ഉണക്കി അങ്ങനെ കൊടുക്കുകയാണ്. അത് കൃഷിഭവനുകാരും കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇടുക്കിയിൽ നിന്ന് ഒരു പാർട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത് 200 ചാക്ക് ആയ ഉടനെ വിളിക്കണം. 200 ചാക്ക് പോയിട്ട് 10 ചാക്ക് ഇവിടെ മിച്ചം വരണില്ല. നമുക്ക് പോളി ഹൗസിനകത്ത് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് 80 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 160 ഡിഗ്രി ചൂടാവുകയാണ്. അപ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതിന് ഡിമാൻഡും കൂടുതലാണ് പോളി ഹൗസിനകത്ത്. വെയിലിൽ ഉണങ്ങും പോലെ അല്ല. അണുക്കൾ ചാവൂല, അണുക്കൾ അതിൽ തന്നെ കാണും. അതുകൊണ്ടാണ് ഈ മഴമറയ്ക്കകത്തുള്ള ചാണകപ്പൊടിക്ക് ഡിമാൻഡായിട്ട് കൃഷിഭവനുകാർ ഏറ്റെടുക്കുന്നത്. വന്ന് കാണുന്നവരും വാങ്ങുന്നവരും സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചാണകപ്പൊടി തെവയണില്ല. അടിച്ച് കഴുകണതും മൂത്രം ഒഴിക്കണതും എല്ലാം ബയോഗ്യാസ് പ്ലാന്റിലാണ്. 4 MQൻ്റെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആവശ്യത്തിന് അധികം കത്തിക്കാനുള്ള ജോലിക്കാർക്കുള്ള ഉപയോഗത്തിനുള്ളതും നമുക്കിവിടെ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യത്തിനുള്ളതും എല്ലാം ഈ ഗ്യാസിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്.
പക്ക ടൈമിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത്. അതായത് പിന്നെ മാമൻ്റെ നിർദ്ദേശവും പിന്നെ മാമനും വളരെ ഈ കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റാണ്. പശുവിൻ്റെ കാര്യങ്ങളിൽ ഇദ്ദേഹം വളരെ സ്ട്രിക്റ്റാണ്. ആ ഒരു സ്ട്രിക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള, അതായത് ഈ നമ്മുടെ മേഖലയിലുള്ളവർ തകർന്നടിച്ചിട്ടും ഞങ്ങൾ ഒരു പരിധി വരെ ഞങ്ങൾ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്നത്. ഗൾഫിൽ സൗദി ജിസാൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ നമ്മൾ കാലത്ത് 6 മണി മുതൽ പണിക്ക് രാത്രി 10 മണി വരെ പലരുടെ പള്ളും കേൾക്കണം, വേളം കേൾക്കണം, പിന്നെ നാട്ടിലെ ഫോൺ വരപ്പോഴുള്ള ടെൻഷന് അത് ഇത്. ഇവിടെ നമ്മൾ ഫുള്ള് ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ ജോലിക്കാരുടെ ടെൻഷനില്ല, തൊഴിലിൻ്റെ ടെൻഷനില്ല, വീട്ടിലെ ടെൻഷനില്ല, കല്യാണങ്ങൾക്ക് മരണങ്ങൾക്ക് പങ്കെടുക്കാം. ഗൾഫിലാണെങ്കിൽ അതൊന്നുമില്ല. ഇപ്പോൾ ഇത്രയും പശുക്കൾ നിൽക്കുന്നതിൽ ഈ വലിയ പശുകളിൽ ഇത്രാം നമ്പർ പശു ഏതാണെന്ന് ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ പോലും പുള്ളി അതിനെപ്പറ്റി പറയുകയും ചെയ്യും. അത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നും പറയും. അതിന് ഇപ്പോൾ ഇത്ര പാലുണ്ടെന്നും പുള്ളിക്ക് അറിയാം. പിന്നെ അതിൻ്റെ ഫുൾ കാര്യങ്ങളും അദ്ദേഹത്തിന് ബൈഹാർട്ടാണ്. പക്ഷേ ഇന്നുള്ള തലമുറകളിൽ അതായത് അവരെ കണ്ടുപഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അദ്ദേഹം ഒരു മാതൃക തന്നെയാണ്. ഇതുകൊണ്ട് 10 കുടുംബം കഴിയുന്നുണ്ട്. 10 കുടുംബം. ലോഡിങ്ങുകാർ 3 പേരുണ്ട്, പില്ലർപ്പുകാർ ഒരുത്തമുണ്ട്, ചാണകക്കാർ ഒരുത്തമുണ്ട്, 2 നേപ്പാളി ഫാമിലിയുണ്ട്, പിന്നെ എൻ്റെ കുടുംബമുണ്ട്, മക്കളുടെ കുടുംബമുണ്ട്, പിന്നെ ഒരു ഡ്രൈവറുണ്ട്. ഇതെല്ലാ കുടുംബവും ഇതുകൊണ്ട് കഴിഞ്ഞു പോവുകയാണ്. നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചതും കെട്ടിച്ചതും ഒക്കെ ഇത് വരുമാനം. 2 വണ്ടിയായി വന്ന് തുടങ്ങുമ്പോൾ സൈക്കിളേ ഉള്ളായിരുന്നു. വീട്ടിലെ ഫുൾ സപ്പോർട്ട്, ഭാര്യ, തള്ള, തന്ത, മക്കൾ സപ്പോർട്ടുണ്ട്. അവർ നാളെ പറയും കറങ്ങാൻ വെക്കണില്ല, ജോലിക്കാറില്ല, ജോലി ചെയ്യാൻ വയ്യ, ചാണകത്തിൻ്റെ നാട്ടം മൂത്ത ഇതെല്ലാം നോക്കിയിട്ടേ തുടങ്ങാം. കൊറോണ വന്ന സമയത്ത് ഏതാണ്ട് 300 ഫാം തുടങ്ങിയെങ്കിൽ അത് 500 അടച്ച്. പുതിയ തലമുറയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് പേർ ഇപ്പോൾ കമ്പ്യൂട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് വീട്ടിലൊരു തൊഴിൽ. ഇപ്പോൾ എൻ്റെ മരുവൻ്റെ ഉമ്മായും പാപ്പയൊക്കെ ഇത് കണ്ടുകൊണ്ട് സ്വന്തമായിട്ട് പച്ചക്കറി വീട്ടിൽ കാലത്തെ കഴിക്കുന്നു, അതിനെ സംരക്ഷിക്കുന്നു, നമുക്ക് തരുന്നു, അവരും കഴിക്കുന്നു. അതാണ് ഐശ്വര്യം. അപ്പോൾ ഇല്ല, 99% ആൾക്കാരെങ്കിലും പൈസയുണ്ട്, നല്ല ഭക്ഷണമില്ല, ഉൽപ്പാദനം ഇല്ല, വാങ്ങി കഴിക്കും. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവണം. എന്തും ഒന്നും വേണ്ട, നല്ല കിഴങ്ങും കരുവാട് മീനും തിന്നാലും നല്ല ടേസ്റ്റാണ്. നമ്മളെ ബ്രൂസ്റ്റേഡ് കഴിക്കണേക്കാളും ടേസ്റ്റാണ്. പണ്ടുള്ള ആൾക്കാർ ചക്ക, കിഴങ്ങ്, മാങ്ങ ഇതൊക്കെ തിന്ന് അവർക്കൊന്നും ക്യാൻസറും ടി വി ഒന്നുമില്ല, അന്ന് അറ്റാക്കും ഇല്ല. അന്ന് പണ്ടുള്ളവർക്ക് അസുഖമില്ല. 90 വയസ്സ് 100 വയസ്സായാലും നല്ലപോലെ അവർ കാലത്തെ ചെരുപ്പിടാതെ നടക്കും. ഇപ്പോൾ വീട്ടിനകത്ത് വരെ ചെരുപ്പുള്ള കാലമാണ്. ഞാൻ ഈ മേഖലയിൽ വന്നിട്ട് ഏകദേശം ഒരു 6 വർഷത്തോളമായി. ഇപ്പോൾ ഈ ഫാമിംഗ് മേഖലയിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം കൂടിയിട്ട് ഞാനിപ്പോൾ ഹാപ്പിയാണ്. കാരണം ഈ ജോലി ഞാൻ ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ. അതായത് നമുക്ക് എന്താ പറയുക, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ഇതിപ്പോൾ എൻ്റെയും ഒരു പാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ മെയിനായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എന്താണ് ഇതിലോട്ട് തിരിഞ്ഞത്, എന്താണ് മറ്റു ജോലികളിൽ പോകാത്തത്, അല്ലെങ്കിൽ IT മേഖലയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ള ചോദ്യത്തിന് പറയുന്നത് ഇത് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു മനസ്സുഖം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവിടെ ചെയ്യുന്നതും ഇവിടെ ചെയ്യുന്നതും ജോലി നമ്മൾ എവിടെ ചെയ്താലും ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ സന്തോഷം അത് മറ്റൊന്ന് തന്നെയാണ്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് തന്നെ ഏകദേശം ഒരു 50ഓളം പേരാണ് ഇതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അവർക്ക് റിട്ടയർമെൻറ്റ് ലൈഫ് ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പിന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് വരുന്നു. അതായത് അത്യാവശ്യം നമ്മളിപ്പോൾ എബ്രോഡ്, അതായത് തന്നെ പ്രവാസികളാണെങ്കിൽ പോലും അവരൊരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഇതിലോട്ട് ഇറങ്ങാനായിട്ട് താല്പര്യപ്പെട്ട് ഒരുപാട് പേര് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുന്നതാണ്. ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനെ ഒരു പാഷനായിട്ട് കണ്ട് മുന്നോട്ട് വരികയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലി എന്ന് മാത്രമായിട്ട് കണ്ട് മുന്നോട്ട് വരാതിരിക്കുക. ഇതിനോടുള്ള പ്രകൃതിയെയും ഈ മൃഗങ്ങളെയും, അതായത് എങ്ങനെ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണം എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ ഓക്കെയാണ്.
പ്രവാസ ജീവിതവും നാട്ടിലെ കാർഷിക വൃത്തിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് ഈ കർഷകൻ തെളിയിക്കുന്നു. ഒരു വരുമാനമാർഗം എന്നതിനപ്പുറം പൈക്കളുമായുള്ള ആത്മബന്ധത്തിൻ്റെ കഥ കൂടിയാണ് ഇത്തരം ക്ഷീരകർഷകർക്ക് പറയാനുള്ളത്. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.